ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ വലച്ചിറ പഞ്ചായത്ത് പരിധിയിലുള്ള ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഹെഡ് ഓഫീസിന് മുമ്പിലാണ്. ഈ ഇഡിയുടെ നിർദ്ദേശപ്രകാരം ചേർപ്പ് പോലീസ് ഇപ്പോൾ ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഹെഡ് ഓഫീസ് സീൽ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരത്തിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഈ ഹെഡ് ഓഫീസിന്റെ പല ഭാഗങ്ങളിലുള്ള എല്ലാ താഴുകളും ഇപ്പോൾ ഇഡിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ സീൽ ചെയ്തിരിക്കുകയാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇഡിയുടെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്കെതിരെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചേർപ്പ് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സീൽ ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ബഡ്സ് ആക്ട് പ്രകാരം ഈ ഒരു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമകളുടെ അടക്ക സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നേരത്തെ കളക്ടർ ഉത്തരവിട്ടിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇഡിയുടെ ഒരു സമഗ്രമായ ഒരു അന്വേഷണം ഈ ഒരു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്കെതിരെ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇഡി കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിലടക്കം റിപ്പോർട്ട് സമർപ്പിക്കുകയും 1500 കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ അടക്കം നൽകിയ രേഖയിലടക്കം ഏകദേശം 3000 കോടിയിലധികം രൂപ ഇവർ ഇത്തരത്തിൽ സ്വരൂപിച്ചതായി അടക്കം കണ്ടെത്തിയിരുന്നു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി അതുപോലെ തന്നെ ഇതിന്റെ OTT പ്ലാറ്റ്ഫോം അതോടൊപ്പം തന്നെ ഇതിന്റെ ബിറ്റ്കോയിൻ ഇടപാടുകൾ അങ്ങനെ സകലമാന ഇടപാടുകളിലും വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അതിന് പിന്നാലെയാണ് ഇതിന്റെ ഇഡിയുടെ അന്വേഷണം വരികയും ഇഡി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഉടമകളുടെ വീട്ടിൽ ഏകദേശം 12 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന റെയ്ഡ് നടക്കുകയും ചെയ്തിരുന്നു. ആ റെയ്ഡിന് പിന്നാലെ ഇവർ രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. റെയ്ഡിന് ഇഡി ഉദ്യോഗസ്ഥർ എത്തുന്നതിന് തൊട്ടു മുമ്പോടിയായാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഉടമകളായ പ്രതാപനും സീനയും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. പിന്നീട് ഇവർ ഹൈക്കോടതിയിലടക്കം ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും അതും കോടതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇഡിയുടെ അന്വേഷണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇഡി നിർദ്ദേശപ്രകാരം ഇപ്പോൾ ചേർപ്പ് പോലീസ് എത്തി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഹെഡ് ഓഫീസ് സീൽ ചെയ്തിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇത് തുറന്ന് പ്രവർത്തിക്കുകയും ഇവിടെ തൊഴിലാളികളടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു നടപടി സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഇഡിയുടെ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിലാണ്. അതിന്റെ തുടർ നടപടികൾ എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഒരു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഹെഡ് ഓഫീസ് ഇപ്പോൾ ഇത്തരത്തിൽ സീൽ ചെയ്തിരിക്കുന്നത്. വല്ലച്ചിറ പഞ്ചായത്തിന്റെ പരിധിയിൽ കടലാശ്ശേരിയിലുള്ള ഓഫീസാണ് ഇപ്പോൾ സീൽ ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയൊരു തട്ടിപ്പ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി നടത്തിയതുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. കാരണം ഇത്തരത്തിൽ ലാഭവിഹിതം അടക്കം ഓഫർ ചെയ്തുകൊണ്ട് നിക്ഷേപകരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സമാഹരിക്കുന്നു. എന്നാൽ അത് കൃത്യമായ നിയമ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്ത തരത്തിലുള്ള നടപടികളാണ് ഇവർ നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ഇവർ ഇവിടെ നിന്ന് സമ്പാദിച്ച സ്വത്തുക്കൾ അത് വിദേശത്ത് ബിറ്റ്കോയിൻ ഇടപാടുകളിലടക്കം ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലടക്കം വലിയ ക്രമക്കേടുകൾ നടന്നിരുന്നു. അതോടൊപ്പം GST തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രമക്കേടോടുകൂടിയാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളടക്കം ഈ ഒരു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നടത്തിയ തട്ടിപ്പിലേക്കുള്ള അന്വേഷണം എത്തുകയും പിന്നീട് ഈ കേസിലേക്ക് ഇഡി വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ തൃശൂരിലുള്ള ഹെഡ് ഓഫീസാണ് ഇപ്പോൾ ഇത്തരത്തിൽ സീൽ ചെയ്തിരിക്കുന്നത്. വല്ലച്ചിറ പഞ്ചായത്തിലെ കടലാശ്ശേരിയിലെ ഓഫീസ് എന്തായാലും ഇഡിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ചേർപ്പ് പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണം തുടരുന്നുണ്ട്. ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമകളുടെ അടക്കം സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നേരത്തെ ബഡ്സ് ആക്ട് പ്രകാരം ജില്ലാ കളക്ടറും ഉത്തരവിട്ടിരുന്നു. ക്യാമറമാൻ മോനിഷിനൊപ്പം ആസിഫ് മുഹമ്മദ്, മീഡിയ 1 തൃശൂർ.